ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ ഇന്നത്തെ സ്വാഗതത്തിന് എന്താ ഇത്ര വലിയ പവറൊന്നും ഇല്ലാത്തതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എപ്പോഴും പറയത്തില്ലേ ആമ്പോലിച്ച് എൻ്റെ കോഴികളെ പറ്റി. അപ്പം ഇന്നലെ ഇവിടെ വലിയൊരു പട്ടിശല്യം ഉണ്ടായിരുന്നേ. എൻ്റെ കോഴികളെ മൊത്തം പട്ടി കൊണ്ടുപോയി. ഈ കൂട്ടിൽ നിന്നും ഒരാളെ കൊണ്ടുപോയി, അപ്പുറത്തെ കൂട്ടിൽ നിന്നും വെളി നടന്നവരുണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ ഗ്രില്ല് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഗ്രില്ല് ഇവിടെ ഒരു പണിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഗ്രില്ലൊന്ന് അഴിച്ച് മാറ്റേണ്ട വന്നു കേട്ടോ. അപ്പം ആ ഗ്രില്ല് മാറ്റി കഴിഞ്ഞപ്പം പട്ടിശല്യമായി. മൊത്തം തെരുവ് നായകൾ കയറി നമ്മുടെ കുറേയധികം കോഴികളെ പിടിച്ചുകൊണ്ട് പോയി. കുറേയധികം കോഴികൾക്ക് പരിക്ക് എന്നുള്ള രീതി, കാരണം ഈ കൂടെ കിടന്ന് ഇങ്ങനെ തലയിട്ടടിക്കുകയൊക്കെ ചെയ്ത് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു സങ്കടത്തിലാണ്. ഇത് കൂട്ടി കയറി പിടിച്ചതല്ല, കാരണം കൂട്ടിയിൽ ഇങ്ങനെ വെളിയിലുണ്ട്. ഇവിടെ കണ്ടോ ഈ പച്ച നെത്തിക്കെടുത്തിരുന്നുണ്ടോ? ഇവിടുന്ന് ഇതുങ്ങൾ ഈ ഇവിടെ കമ്പി ഇതായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഈ കമ്പി പൊട്ടിച്ച് ഇവര് വെളി ചാടി അവരെ കൊണ്ടുപോയിട്ടുള്ളൂ. കൂട്ടി കിടന്നവരെയൊന്നും അവര് ഒന്നും തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇത്രയും ഹൈറ്റുള്ള കൂടായതുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ പട്ടി ബഹളം ഉണ്ടാക്കിയപ്പോ ഈ കൂട്ടിൽ നിന്ന് കോഴിയെടുത്ത് വെളി ചാടിയവരെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടോ കൂടിന്റെ അടിവശം മൊത്തം കോഴിയെ പിടിച്ചോണ്ട് പോയേക്കുന്നതിന്റെ ഇതാണ്. നമുക്ക് ഭയങ്കര അധികം സങ്കടമുള്ള ഒരു ദിവസമായിട്ട് ഇന്ന്. നമ്മുടെ കോഴിമക്കളെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എത്ര കാര്യമായിട്ട് വളർത്തുന്ന മക്കളാണെന്ന്. അത് കാരണം എനിക്ക് ഭയങ്കര ഇവിടുത്തെ ബഹളം കൂടെ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ടെന്ന് അറിയത്തില്ല. ഇവരെല്ലാവരും നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെയാണ്, ആക്റ്റീവാണ്. പക്ഷെ ഇതിനകത്ത് ഒരാൾ തീറ്റ തിന്നാതെ മാറി നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. ഇത്രയും നാളും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി കണ്ണു കിട്ടിയതോളൊന്നും എനിക്കൊരു സങ്കടമുണ്ട്. കാരണം ഇന്നലെ കൂടി ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടതേ ഉള്ളൂ, ഇവരെൻ്റെ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട്. ദൈവമേ, കണ്ണു ദോഷമല്ലാണോ, ഞാൻ തന്നെ സ്വന്തം കണ്ടു വെച്ചാണോ അറിയത്തില്ല. എന്തായാലും എനിക്ക് കിട്ടാനുള്ള പണി എനിക്ക് കിട്ടി എന്ന് പറയുന്നതായിരിക്കുമല്ലേ. ഭയങ്കര സങ്കടം എന്നൊക്കെ ഭയങ്കര സങ്കടം തോന്നും. നിങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര വിഷമം. ഇവര് കൂട്ടിലിട്ട് തലയിട്ട് അടിച്ചു കണ്ടിട്ടോ. കൂടിന്റെ ഇതെല്ലാം ഇതായിട്ടുണ്ട്. അവർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഭയങ്കര വിഷമം തോന്നുന്നു. രാവിലെ അവരുടെ വന്നപ്പോഴാണ് കണ്ടത്. കാശിയാണ് ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് അലക്കുന്നത് കേട്ടോ. രൂക്ഷമായതുകൊണ്ട് നമ്മുടെ കോഴികളെ എല്ലാം ആട്ടുംകൂട്ടിലാക്കി കേട്ടോ. ആട്ടുംകൂട്ടി പിടിച്ച് കുറേ പേരെ ആട്ടുംകൂട്ടിലിട്ടു. ഇതാ ഞാൻ പറഞ്ഞത്, ഇവരെ എല്ലാം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞത് കണ്ടോ. കുറേ പേരെ വന്ന് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഇനി കുറേ അധികം ആൾക്കാരും കൂടെ ഉണ്ട്. ഇവരെല്ലാം കൂട്ടിനകത്താക്കി ഇങ്ങനെ ആട്ടുംകൂട്ടിലായി ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ നെറ്റ് എടുത്ത് ആ സെക്കൻഡ് പട്ടി കയറി എന്നുള്ള നമ്മുടെ ഫാം ഇതിനകത്ത് കോഴിക്കോടിൻ്റെ ഏരിയയിൽ. ഞാനിതിനെ ഫാമൊന്നും വിളിക്കുന്നില്ല, കാരണം ഞാനൊരു ചെറുകിട കർഷക ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കോഴികളെല്ലാം ഇവിടെ കുറേ പേരെ ആട്ടുംകൂട്ടിനകത്താക്കിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അധികം രാവിലെ ഒരു 10-14 മുട്ട കിട്ടേണ്ടത്. അതെല്ലാം അമ്മ ഈ സങ്കടം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പട്ടിക വന്ന കാരണം അതുങ്ങളെല്ലാം എന്താ പറയുക, നമ്മുടെ ഓരോ കഷ്ടകാലം തന്നെ. കുറേ പേരെ ഇവിടെ അടച്ചിട്ടു. ഇങ്ങനെ നമ്മുടെ കോഴികളെല്ലാം ബന്ധസ്ഥരായി. ബൂസിയാ പറഞ്ഞു കൊടുത്തേ കൊണ്ടുപോക്കോളായിരുന്നു. വേണ്ട, ഞങ്ങളുടെ കൂട്ടിൽ ഇവിടെ റോസി ഉണ്ട്, പക്ഷെ ഉണ്ടായിട്ടും വലിയ പ്രയോജനം ഉണ്ടായില്ലെന്നുള്ളതാണ്. കാരണം അവൾ പറഞ്ഞു കൊടുത്ത് വന്നവരോടെല്ലാം നിങ്ങൾ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മുടെ കോഴികളെല്ലാം നമ്മൾ അടച്ചു പൂട്ടിയിട്ടു. ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ, അതായത് ഇവിടെ നമ്മൾ എടുത്തു മാറ്റിയത്. അത് എടുത്തു മാറ്റിയപ്പോഴാണ് ആ വഴി ഇങ്ങനെ പട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ സൗകര്യമായി. നിങ്ങളെൻ്റെ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ ഒരു ഗ്രില്ല് ഇട്ടേക്കുമായിരുന്നു, ഗേറ്റ് ഇട്ട് നമ്മൾ ഗ്രില്ല് ഇട്ടേക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ കണ്ടോ ഈ ഒരു അവസ്ഥയാണിപ്പോൾ. എല്ലാത്തിനെയും അടച്ചിട്ടു. ഇനി ഇതെല്ലാം പുനഃസ്ഥാപിക്കണമെങ്കിൽ എനിക്കൊരു കുറച്ചധികം സമയം വേണ്ടി വരും. എന്തായാലും ഞാനിതെല്ലാം പുനഃസ്ഥാപിച്ച് വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ വരും. കാരണം ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി. എനിക്കിതിൻ്റെ ഒരു ട്രിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തിരിച്ചു വരും. പട്ടികളെ നിങ്ങൾ പേടിക്കണ്ട. പട്ടികളെ ഞാൻ ഇതുവരെ പട്ടികളെന്ന് വിളിക്കാറില്ല, നായകളെന്നേ വിളിക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ വിളിക്കുന്നത് പട്ടികളെ. നിങ്ങളൊന്നും പേടിക്കണ്ട. ഇതിനൊക്കെ വെച്ചിട്ടുണ്ടോ ദുഷ്ടന്മാരെ.